കണ്ണീർക്കടവിൽ കപ്പലെടുക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി അഭിമാനകരമായ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി എന്ന് കൊട്ടിഘോഷിച്ച് ആദ്യമായി ഇതാ പടുകൂറ്റൻ കപ്പൽ അടുത്തു എന്ന് പറഞ്ഞ് ഒരു ഡെമോ കപ്പലിലൂടെ അടുപ്പിച്ചിരിക്കുകയാണ്. ഇത് അദാനി ഗ്രൂപ്പിന് കിട്ടുവാനുള്ള ബാക്കി പണം കിട്ടുവാനുള്ള ഒരു പ്രഹസനം. ഇത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് ഇടതുപക്ഷ സർക്കാരിന് അവകാശപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു വെറും ഗിമ്മിക്ക് മാത്രമാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. എൻ്റെ ഈ സംഭാഷണത്തിന് ശേഷം നമുക്ക് ഇവിടുത്തെ വിഴിഞ്ഞം സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. അവരെ വിശ്വാസവഞ്ചന നടത്തിയ രാഷ്ട്രീയക്കാരന്മാരോടും അവരെ വഞ്ചിച്ച അവരെ വിറ്റ് കാശാക്കിയ സഭാ നേതാക്കന്മാരോടുള്ള അവരുടെ വിദ്വേഷം, അവരുടെ ദേഷ്യ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ വിഴിഞ്ഞത്തുള്ള മത്സ്യബന്ധന തൊഴിലാളികളുടെ കടലിൽ പോയിട്ട് തിരിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഇവരുടെ PR ഏജൻസികൾ പടച്ചുവിടുന്ന വായ്ത്താരികളാണ് നമ്മൾ കാണുന്നത്. ചാനലുകളിലൂടെ മുഴുവൻ വിഷ്വലുകൾ കാണുന്നത് ഇതാ പടുകൂറ്റൻ കപ്പൽ വരുന്നു. ഇവിടെ മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നത് അവർ പുറംകടലിൽ പോയി കാണുമ്പോൾ 10 മടങ്ങുള്ള കപ്പലുകൾ കാണുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് വെറും പ്രഹസനമാണെന്നാണ് ഇവിടുത്തെ സാധാരണ മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നത്. ഇത് കേരളത്തിലുള്ള ജനങ്ങളെ ഇത് ഒരു കബളിപ്പിക്കലാണ് നാളെ നടക്കുന്നത്. കാരണം ഏതെങ്കിലും 40% പോലും പണി പൂർത്തിയായിട്ടില്ല. ആ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇതാ അവരുടെ ഒരു ഡെമോ കപ്പലിലൂടെ അടുപ്പിച്ചിട്ട് ഓൾമോസ്റ്റ് ഇത് യാഥാർത്ഥ്യമാകുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ അവകാശവാദങ്ങൾ, അതിൻ്റെ ക്രെഡിറ്റ് അടിക്കുവാനുള്ള പണികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതാ ഈ വിഴിഞ്ഞത്ത് വന്ന് മത്സ്യബന്ധന തൊഴിലാളികളുടെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് ഞങ്ങൾ ഈ കണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്നത്. നിങ്ങളിനിയും കാണാൻ പോകുന്നത് വിഴിഞ്ഞത്തു നിന്നുള്ള നേർച്ച കാഴ്ചകളാണ്. ഇപ്പോൾ ഈ ചരക്കപ്പൽ വന്നിട്ടുള്ളത് ഇവർ ട്രെയിലറിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അവർ രണ്ട് കണ്ടെയ്നർ ഇറക്കും, തിരിച്ച് അതിനകത്ത് കയറ്റും, വീണ്ടും ഇറക്കും, വീണ്ടും കയറ്റും, അതേപടി ആ കപ്പൽ തിരിച്ചു പോകും. നമ്മുടെ യഥാർത്ഥ ചരക്കപ്പൽ ഇത് വരാൻ തുടങ്ങിയിട്ടില്ല. ഇവർ പിന്നെ ഇപ്പോൾ ട്രെയിലറിന് വേണ്ടി ഇറക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഇവിടെ ഇറക്കി പരസ്യം ചെയ്യില്ല. ചിലപ്പോൾ അങ്ങനെ വച്ചാലും ശരി 2 കണ്ടെയ്നർ ചിലപ്പോൾ വച്ചിട്ട് പോകുമായിരിക്കാം. യഥാർത്ഥ ചരക്ക് കപ്പലല്ല, ഇവർ പരസ്യത്തിന് വേണ്ടി ഇപ്പം കൊണ്ടുവന്നതാണ്. ഒരു വിളംബരം ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർബർ ഇത്രയും കുടിയേറി വരയില്ലേ, ഇത് ഇത്രയും വരാറുന്ന അതിൻ്റെ ഡേറ്റ് എല്ലാം കഴിഞ്ഞു പോയി. കഴിഞ്ഞിട്ടും ഇപ്പോൾ താമസിച്ചാണ് വീണ്ടും വന്നത്. ഇത് 2 വർഷത്തിന് മുമ്പ് വരേണ്ടതാണ്. അത് ഇവിടുത്തെ പണികളൊന്നും മുടങ്ങി പോയതുകൊണ്ട് ഇപ്പോൾ ഡെമോ ആണ്, ഡെമോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനമില്ല, നാട്ടുകാർക്ക് വേണ്ടി ഒരു പ്രയോജനമില്ല. കാരണം നമുക്ക് ഒത്തിരി ജോലികൾ ഇപ്പോൾ വാഗ്ദാനം അവർ ചെയ്തു. നമ്മുടെ കാർഡെല്ലാം അവിടെ മേടിച്ചിട്ടുണ്ട്. യൂണിയനിൽ ഇതുപോലെ ഈ ചരക്ക് കപ്പൽ ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഇവരെ ചങ്ങലിടാനെങ്കിൽ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ വിളിച്ചിട്ടില്ല. നാട്ടുകാർക്ക് ഇവിടെ ജോലിയില്ല. ഇവിടെ ആർക്കാണ് ഇപ്പോൾ ജോലി കൊടുക്കാൻ പോകണമെന്ന് അറിയില്ല. നാട്ടുകാർക്ക് ഇതും കൊണ്ടുള്ള എന്തൊക്കെ നേട്ടം ഉണ്ടാകുന്നുണ്ട്? ഇങ്ങനെ ഫോട്ടോ വരുന്നുണ്ട്, ഇങ്ങനെ കപ്പൽ വരുന്നുണ്ട്. നാട്ടുകാർക്ക് മാത്രം ഒരു ഇത് വരില്ല, വലിയ ബിസിനസ്സുകാർക്ക് മാത്രമേ ഇതിൽ നേട്ടം ഉണ്ടാവുള്ളൂ. നമ്മുടെ സാധാരണ തൊഴിലാളികൾക്ക് ഒരു ഗുണം വരില്ല. തൊഴിലാളിക്ക് ജോലി എന്തെങ്കിലും തന്നാൽ മാത്രമേ ഒരു ഗുണമുണ്ടാകുന്ന പറയാൻ വേറെ ഇതിലൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു നന്മ ഉണ്ടാവില്ല. കാരണം ഇവിടെ ഉള്ളവർക്ക് ശല്യമായി തന്നെ മാറുള്ളൂ. ഇത് വലിയ ബിസിനസ്സായി മാറുമ്പോൾ ഞങ്ങളുടെ ചെറിയ തൊഴിലാളികളെല്ലാം ഇവിടെ നിന്ന് കടന്ന് മാറി പോകേണ്ടത് ഗതികേട് വരും. പിന്നെ ഈ ചെറുതൊഴിൽ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി ജോലിയോ അല്ലെങ്കിൽ സാധാരണ ഈ ചെമിട്ട് ജോലിയുടെ മോഡൽ രീതി അനുസരിച്ച് അവിടെ എന്തെങ്കിലും ഒരു ജോലി വർക്ക് തന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേട്ടമുള്ളൂ, അല്ലെങ്കിൽ ഒരു നേട്ടവും ഇല്ല. എനിക്ക് 2 വള്ളവും 4 ഇഞ്ചിന് തട്ടുമടി വന്ന ശേഷം തന്നെ നഷ്ടപ്പെട്ടു. ഒഴുക്കിൽ മടി വെച്ച് വളർത്താത്തെടുത്തു പോയി. അങ്ങനെ ഒരു 10-15 ലക്ഷം എനിക്ക് നഷ്ടപ്പെട്ടു. ഗവൺമെൻറ്റോ അദാനിയോ ഒരു രൂപ തന്നില്ല. ഇതിനു മുമ്പ് എൻ്റെ വാർത്തയിൽ കൊണ്ടായിരുന്നു, പത്രത്തിലെ ഉണ്ടായിരുന്നു. 12 പണിക്ക് പോയിട്ടുണ്ട്. 12 പണിക്ക് ആൾക്കെല്ലാം പരിപ്പുണ്ട്.
പരിക്കുള്ള ആൾക്ക് 1 രൂപ കൊടുത്തില്ല. ഗവൺമെൻറ്റോ അല്ല അദാനി 1 രൂപ കൊടുത്തിട്ടില്ല. അതെങ്ങനെ ഈ അപകടം ഉണ്ടായത് എങ്ങനെ? അവിടെ ഞങ്ങൾ മറ്റേ ഒഴുക്കുന്നിട്ട് എടുത്തിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അപേക്ഷയെല്ലാം കൊടുത്ത് കാര്യങ്ങളെല്ലാം ഇവിടെ ഗവൺമെൻറ്റിൽ അറിയിച്ച് എൻ്റെ അദാനിൻ്റെ ഇത് ശരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ശരിക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ഭയങ്കര എന്ത് ബുദ്ധിമുട്ടായത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്? ബുദ്ധിമുട്ടെന്ന് ഞങ്ങൾക്ക് പണിക്ക് ഇവിടെ വെള്ളം കോളാർ വരുമ്പോൾ അവിടെ ഇങ്ങോട്ട് ഓടൊന്നും പോകാൻ പറ്റില്ല. ഓടി നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റില്ല, ഉള്ളിൽ നിന്ന് കരയ്ക്ക് കയറാൻ പറ്റില്ല. ആ മണ്ണൊക്കെ ഇവിടെ ഏറ്റിട്ട് എരിച്ചിലാണ്. നമുക്ക് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തിരി ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്. ഈ ആർവടം നേശി ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും അവിടെ ഉണ്ട്. അവിടെ പിന്നെ അവർ അതിൻ്റെ അകത്ത് ഒരുപാട് മീനുണ്ട്. അവർ പിടിക്കാൻ ഫോട്ടോ വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഒത്തിരി സഹായം ചെയ്യുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടിയതുകൊണ്ട്? ഒരു ഇതും ചെയ്തിട്ടില്ല. അങ്ങനെ വലുതായിട്ട് ആർക്കും ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ഇത്രയും കമ്പോലക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. കമ്പോലക്കാരൻ കട്ടുപരക്കാർ കുറച്ച് കമ്പോലക്കാർക്കും കൂടി ചുപ്പിക്കാർക്കും കൊടുത്തിട്ടുണ്ട്. വേറെ മത്സ്യത്തൊഴിലാളി ഇവിടെ 50,000 മത്സ്യത്തൊഴിലാളിയുണ്ട്. 50,000 മത്സ്യത്തൊഴിലാളികൾക്ക് 1 രൂപ പോലും ആനുകൂല്യം ചെയ്തിട്ടില്ല ഈ അദാനി വന്നിട്ട്. മത്സ്യത്തൊഴിലാളിയെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാതെ ഒരു ആദായം 50 പൈസ പോലും ഒരു മിഷൻ വള്ളക്കാർക്കും കൊടുത്തിട്ടില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? നമുക്ക് ഒരുപാട് മീൻപിടുത്തത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മീൻ പിടിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടാണ്. മീനുണ്ട്. നമ്മൾ മത്സ്യത്തൊഴിലാളി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് വിശപ്പൊക്കെ അവിടെ പോയാൽ അവർ ടൂറിനുണ്ട്. അവിടെ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇനി ആ ഭാഗത്ത് നമുക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഇല്ല പറ്റില്ല. ആ ഭാഗത്ത് വിടുന്നില്ല. ഞങ്ങളുടെ മത്സ്യം കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് ഗവൺമെന്റ് ശമ്പളം തന്നാലില്ലേ ഞങ്ങൾ മീൻ പിടിക്കാൻ പോവില്ല. ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസത്തിലോ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മീൻ പിടുത്തം നിർത്താം. അവർ വാർത്തയിൽ പറയുമ്പോൾ പലതും പറയുന്നു. പക്ഷെ ഞങ്ങളുടെ വാക്കുകൾ ചോദിക്കാൻ ആരുമില്ല. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് മേഖലയിൽ പറയാൻ വേണ്ടി ആളില്ല. ഞങ്ങൾക്ക് ആനുകൂല്യം തരാൻ വേണ്ടി ആളില്ല. 500,000 കളിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഭയങ്കര താല്പര്യം പോണത്. ഒരു വാങ്ങാൻ പോയാൽ 25 രൂപയാണ്. മണ്ണുണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് ഒന്ന് ആ മണ്ണെ നിർത്തിക്കളഞ്ഞു. മണ്ണെണ്ണ തരത്തില്ല. ഇവിടുത്തെ സബ്സിഡികളുണ്ടായിരുന്നു. ആ ഇഞ്ചിൻ എടുക്കുമ്പോൾ വെള്ളം എടുക്കുമ്പോൾ സബ്സിഡി ഉണ്ടായിരുന്നു. ആ സബ്സിഡികളെ നിർത്തിക്കളഞ്ഞു. അപ്പം നമുക്കുള്ള ആനുകൂല്യം എല്ലാം നിർത്തിക്കൊണ്ട് അത് വലിയ അവരുടെ CSR ഫണ്ട് കൊണ്ട് ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നു. ഭയങ്കര ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടൊന്നും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങൾ അവർ പണം കൊടുത്ത് ക്ലിയർ ആക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് മത്സ്യത്തൊഴിലാളിക്ക് എന്താ ആനുകൂല്യമാണ്? 8 കോടി 12 കോടി കൊടുത്ത് അവിടെ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ട് മാത്രം ഞങ്ങൾ എന്ത് കഴിക്കും? ഞങ്ങളുടെ വീട്ടിലെ മക്കൾ കഴിക്കാൻ പറ്റുമോ? ഒരു പാർക്കിൽ ചുടുകലെടുത്ത് കഴിക്കുമോ? ഇവര് 8 കോടി 10 കോടി ചിലവാക്കുന്നു. ആ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് മെയിനായിട്ട് തരേണ്ട സബ്സിഡി മലപ്പുറം എന്തിനു വേണ്ടി? മലപ്പുറത്തിൽ ഇടിച്ച ഒരു 600 കടലിൽ മുകളിലെടുത്ത് അവർ എടുക്കാൻ പറഞ്ഞു. എത്ര ഏക്കറാണ് കടലിൽ നിന്ന് എടുത്തത്? എത്ര ഏക്കർ? 50 പൈസയുടെ ചിലവില്ലാതെ എത്ര ഏക്കർ കടൽ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇവർ ഇട്ടുകയിൽ കുറച്ച് കടപ്പുറം മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ കടപ്പുറത്ത് ഇപ്പോൾ അദാനി വീണ്ടും സൈഡ് ഒരു 10-20 മീറ്റർ നീളത്തിൽ വീതി റോഡ് സൈഡിൽ കൂടി ഇടുകയാണ്. അവിടെ വീണ്ടും വെള്ളം കയറ്റാൻ പറ്റാതായി. അപ്പം ഞങ്ങൾ മത്സ്യത്തൊഴിലാളി എല്ലാവരും വെള്ളം ഇവിടെ കൊണ്ടുപോയി. ഇവിടെ തന്നെ 10,500 കൂടെ വെള്ളം വിഴിഞ്ഞത്ത് മാത്രമുണ്ട്. ഇവർ പോകുമ്പോൾ ഇവർ അന്യനാട്ടിലുള്ളവർ പോയി കഴിഞ്ഞാൽ ശരി 10,500 വെള്ളമുണ്ട്. ഇത് കണ്ടില്ലേ ഇപ്പൊ കിടക്കുന്ന സംരക്ഷണം എല്ലാം കണ്ടല്ലോ. ഇതിന്റെ കണ്ടല്ലോ ഇത് ഇപ്പൊ കരയ്ക്ക് കടലും ഈ വെള്ളങ്ങളും ഇരിക്കുന്ന വെള്ളം ഇരിക്കുന്നത് ഈ കടൽ വന്ന് തിര അടിക്കുന്നത് ഇച്ചിരി കൂടെ ഓങ്ങി അടിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളങ്ങളെല്ലാം പൊട്ടി ചെതറിപ്പോകും. ഗവൺമെന്റ് ഒരു ആനുകൂല്യം. നമ്മൾ രാത്രി 2 മണിക്ക് 1 മണിക്കും പണിക്കും പോകണം. തുടങ്ങി 6 വർഷത്തെ നെരുങ്ങിക്കാണ്. പിന്നെ ഒരു കോളർ വരുമ്പോൾ ഈ കടലിൽ നിന്ന് അങ്ങടിക്കുമ്പോൾ പണിക്ക് പോകാൻ പറ്റില്ല. മനുഷ്യൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഈ തമിഴ്നാട് വെള്ളങ്ങൾ മുമ്പേ എത്ര വെള്ളം വേണമെങ്കിൽ വരാം. ഇപ്പൊ ഇവരുടെ അടുത്ത് ഈ ഗവൺമെന്റ് 5,015 രൂപ വെള്ളത്തിന് മേടിക്കുകയാണ്. ഒരു വെള്ളത്തിന് മേടിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ മേടിച്ചു കഴിഞ്ഞു. അവരവിടെ നിന്ന് 10,000 കൂടെ വെള്ളം വന്നു കഴിഞ്ഞു. മാസം ഒരു 5,025 രൂപ മേടിക്കുകയാണ് ഒരു വെള്ളത്തിന്റെ രജിസ്ട്രേഷൻ. ഈ കോടി ആർക്ക്? ഇത് ഏത് മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കും ഈ പണം മേടിച്ചിട്ട്? ഞങ്ങളുടെ ഇപ്പം പണ്ട് മത്സ്യത്തൊഴിലാളിക്ക് വേറെ ആനുകൂല്യം തന്നെ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മൊത്തത്തിൽ മത്സ്യത്തൊഴിലാളിയിൽ നിന്നാണ് സർവ്വ ആനുകൂല്യം ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുമാനമുള്ളത് ഗവൺമെന്റിന് ഇപ്പോൾ കേരള ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളി കൊണ്ട് മാത്രമാണ്. ഈ ഫിഷറീസ് ഫണ്ടിൽ നിന്ന് ചോദിച്ചാൽ മതി എത്ര 1000 കോടി രൂപ ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട്. ഈ ഫണ്ട് ഇവിടെ ഏത് മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യുന്നു? ഒരു സബ്സിഡി കൊടുക്കണമെന്ന് പറയുന്നത് വിലയ്ക്ക്. സബ്സിഡി പൈസ ഇതുവരെ കൊടുക്കുന്നില്ല. ഞങ്ങൾ 15,000 അടച്ചിട്ട് 1 വർഷമായി. തരണത് ഞങ്ങളുടെ കാശ് മേടിച്ചിട്ടാണ് സാധനം തരണത്. എന്നിട്ട് കാശ് കൊടുത്തിട്ടും സാധനം തരുന്നില്ല.
വർഷക്കണക്കായി പൈസ അടച്ചിട്ട് 15,000 രൂപ അടച്ചിട്ട് 15,000 രൂപ അടച്ച് ഇവര് ഞങ്ങളിപ്പോൾ 4 പേര് നിൽക്കണം 4 പേര് അടച്ചിട്ടുണ്ട് 15,000 അപ്പൊ 15,000 അപ്പൊ 60,000 അടച്ചാണ് ഇതുമാതിരി എത്ര ആൾക്കാരുണ്ട് വിഴിഞ്ഞത് അങ്ങനെ ഒരുപാട് അടച്ചിട്ട് അപ്പൊ ഇത്രയും പൈസ 6 മാസത്തിന് പൈസ അടച്ചിട്ട് അവർ തരുന്നില്ല പോലെ. ഈ കണ്ടെയ്നർ തുറമുഖം വരുന്നതുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും പറയാം? നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ഉണ്ടോ? പ്രതിഫലമാ രൂപയില്ല. അവിടെ കുറച്ച് കമ്പലുണ്ടായിരുന്നു അവര് കുറച്ച് പൈസ കൊടുത്തെന്ന് പറഞ്ഞു ഇവര് അവിടെ അളക്കില്ല അവരെ പണി തീർന്ന് പണി വെള്ളം അവരെടുത്തിട്ട് പോയി. 50,000 മത്സ്യത്തൊഴിലാളിയുണ്ട്. കമ്പോലക്കാർക്കും കൊടുത്തിട്ടുണ്ട്, ചുപ്പിക്കാർക്കും കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, കട്ടമരത്തുകാർക്ക് തുച്ഛമായിട്ടുള്ള കട്ടമരത്തുകാർക്ക് കൊടുത്ത് ബാക്കിയുള്ള മത്സ്യത്തൊഴിലാളി ഈ വള്ളങ്ങളിൽ പോകുന്ന വള്ളക്കാർ എന്ത് ചെയ്യണം? ഈ പോകുന്ന കൂലിക്കാർ പണിക്കാർ എന്ത് ചെയ്യണം? അവർ മത്സ്യത്തൊഴിലാളി തന്നല്ലോ. ഇനി മത്സ്യം പിടിക്കാൻ ഒന്നും പറ്റത്തില്ല. കാരണം കപ്പൽ വരാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ ഒരു കോജായിടും എന്ന് പറഞ്ഞാൽ കപ്പൽ വരേണ്ട സിഗ്നൽ. ആ സിഗ്നൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും പണി ചെയ്യാൻ പറ്റില്ല. ഈ വലയെല്ലാം ഈ തട്ടുപടിയെല്ലാം ഒഴുക്ക് കൊണ്ടുപോയി അതിൽ കൊണ്ട് ചാടി കഴിഞ്ഞാൽ ഞങ്ങൾ 1 ലക്ഷം 2 ലക്ഷം ഒന്നിച്ച് പോകും. അങ്ങനെ ഒരു പണി ചെയ്യാൻ പറ്റൂല. അപ്പം ഇപ്പം പണിയുള്ളത് 500 മീറ്റർ അകത്താണ് പണിയുള്ളത്. പിന്നെ വരുമ്പോൾ ഈ പണിയൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു മത്സ്യത്തൊഴിലാളി മൊത്തത്തിൽ നഷ്ടം മാത്രം തന്നെ ഉണ്ട്. ഈ ഹാർബർ വന്നാൽ ഞങ്ങൾ ഇവിടെ രാജാവ് പോലെ ജീവിച്ച ഞങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടം മാത്രമേ വയ്ക്കുന്നുള്ളൂ. കടലുകൊണ്ട് 1 രൂപ എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസം ഉപയോഗ ജീവിതം ഇതായതുകൊണ്ട് ഞങ്ങൾ ഡെയിലി കടലിൽ പോകുന്നു. വേറെ ജോലിയില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോഴേ ഇത്തവണ മത്സ്യം എങ്ങനെ ചാകര അല്ലെ മത്സ്യം എങ്ങനെ തീരെ മത്സ്യമില്ല. ഈ സമയങ്ങളിൽ നമ്മുടെ സഹകരണ ഉടമസ്ഥന് 1 ലക്ഷം 2 ലക്ഷം രൂപ കിട്ടേണ്ടതാണ്. ഇപ്പൊ നമുക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപ ഈ മണ്ണിൽ വയ്ക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ തൊഴിലില്ല. ഡെയിലി തൊഴിൽ പോകാൻ വേണ്ടി നമ്മൾ കടം മേടിച്ച് മണ്ണയും പെട്രോളും എല്ലാം മേടിച്ച് കൊടുക്കുകയാണ്. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ തട്ടിയെടുത്തില്ല. എങ്ങനെ ഈ സീസൺ 10 ലക്ഷം രൂപ കിട്ടും ഒരാൾക്ക്. ഒരു എഞ്ചിനുള്ളവർ 10 ലക്ഷം രൂപ കിട്ടും. ആ സീസൺ നടന്നില്ല ഈ പ്രാവശ്യം. പണിയില്ല. ഇപ്പം കൈ വയ്ക്കാൻ പൈസ. ഒരു കൂലിക്ക് പോകുന്ന ആളിന് 2-3 ലക്ഷം രൂപ അവർ എടുക്കും ഈ സീസണിലാണ്. ഇപ്പോൾ പണി നടന്നില്ല. ഒരിക്കലും നേരത്തെ വെച്ചിരിക്കുന്ന കടപ്പുറത്ത് കൂട്ടമില്ല. അല്ല ഇവിടെ വെള്ളം ഇത് സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം പോലും ഇവിടെ ഇരിക്കില്ല. എല്ലാവരും പഠിക്കും. അങ്ങനെ തന്നെ ഇരിക്കുന്നു. മെയിൻ കൊഞ്ചാണ്. ഒരു ദിവസത്തിന് കുറച്ച് കിട്ടിയ കൊഞ്ച് കുറച്ച് വിലയ്ക്ക്. അതാണ് ഇവിടെ മെയിൻ പണി. ഇപ്പൊ ചെറിയ ഈ പുള്ളലെന്ന് പറഞ്ഞ ഒരു സാധനം മാത്രം ചെറിയ കുട്ടിച്ചൂര പിടിക്കാൻ പാടില്ല. സാധനം പിടിക്കാൻ പാടില്ല. പക്ഷെ അത് വലയ്ക്ക് കുടുങ്ങും പോണതുകൊണ്ട് അവർ കളയാൻ പറ്റില്ല. അത് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. വല അല്ലെങ്കിൽ വലയെ കളയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് ഒരു രൂപയ്ക്ക് വലയില്ല. കൊണ്ടുവന്ന് ഒരു 5,000 രൂപയ്ക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചെലവ് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ദിവസം 5,000 രൂപയുടെ മേളുണ്ട്. ഈ 5,000 രൂപയുടെ മേളിലുണ്ട്. ഈ 5,000 രൂപയുടെ മേളിൽ ഞങ്ങൾ ഒരു ചെലവ് വെച്ചിട്ട് പോകുമ്പോൾ ഈ ഹാർബർ അവർക്ക് എല്ലാം ആയ ശേഷം പിന്നെ ഞങ്ങളുടെ ഈ സബ്സിഡി മൊത്തത്തിൽ ഇവർ കട്ട് ചെയ്യും. ഇനി ഈ സബ്സിഡി ആരും തരത്തേ ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഈ പാർട്ടിയെ കുറിച്ച് പറഞ്ഞാൽ അത് നമ്മുടെ പാർട്ടി രീതിയിൽ പറയും. പക്ഷെ കോൺഗ്രസ് വലിച്ചപ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മളൊരു പാർട്ടിക്കാരനല്ല. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കൂട്ടിരിക്കുന്ന ഒരാളല്ല. ഞങ്ങൾ സാധാരണ മത്സ്യത്തൊഴിലാളിയാണ്. പക്ഷേ ഇപ്പോൾ ഈ 10 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരിച്ച് ഞങ്ങളുടെ ഈ മത്സ്യത്തൊഴിലാളികളെ എല്ലാ ആനുകൂല്യം ഇവിടെ മേടിക്കുന്നതല്ലാതെ തിരിച്ച് അവിടെ നിന്ന് ഒരു ആനുകൂല്യം വരുന്നില്ല. ഞങ്ങൾ 4-3 സ്റ്റെപ്പിൽ ഒരു വർഷം പൈസ അടയ്ക്കും മത്സ്യം. മഞ്ചത്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരായിട്ട് എടുക്കും. ഇൻഷുറൻസ് ലൈസൻസിന് അടയ്ക്കും. ഇങ്ങനെ 10-300 രൂപ ഓരോ ഇതിന് 200-300 രൂപ ഉണ്ട്. അപ്പോൾ ഒരു വർഷമാകുമ്പോൾ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ വെയിൽ ഉണ്ടെങ്കിൽ ഇത്ര അടച്ചിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ എന്തൊരു ആവശ്യം പോകുമ്പോൾ ഞങ്ങൾ എല്ലാം കട്ടാക്കണം. പിടിച്ചു കഴിഞ്ഞാൽ അത് 10-15,000 രൂപ കിട്ടിയിട്ട് ഇതെല്ലാം ഈ ഹാർബർ വന്ന ശേഷം പ്രശ്നമാണ്. വളരെ അകത്തുണ്ടല്ലോ കൊഞ്ചുണ്ട്. കൊഞ്ച് പിടിക്കാൻ തന്നില്ല. അവർ ഞങ്ങൾ അവത്ത് കയറുമ്പോൾ അവർ വരട്ടി കൊണ്ട് ഞങ്ങൾ അവത്തിന് അവത്ത് കയറാൻ ഇതിനു മുമ്പ് ഈ ഹാർബർ ഒരു ദിവസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ പോയപ്പോൾ ഞങ്ങൾ വരട്ടി വിട്ടു. ഇന്നലെ വരെ ഞങ്ങൾ വരട്ടി വിട്ടു. അവത്ത് കയറാൻ കൊടുക്കും. അവർ വേറെ രീതിയിൽ അവർ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവർ ചിലപ്പോൾ ഈ കരയ്ക്കെല്ലാം ചൂണ്ടിട്ട് മീൻ പിടിക്കും. ഞങ്ങൾ പിടിക്കാൻ വിടില്ല. ഈ ഇടയ്ക്ക് ഞങ്ങൾ വലയെല്ലാം തൂക്കി വലിച്ചു വാരിട്ട് ഇറങ്ങി പൊടാ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാവരും പിടിച്ച് വലിച്ച് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഇങ്ങനെ വരട്ടി വിട്ടു ഞങ്ങളെ. ഈ സ്റ്റേഷൻ്റെ ഒക്കെ ഭാഗത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇവർക്ക് ഫുള്ള് ഇവർക്കാണോ സപ്പോർട്ട്? അത് നിങ്ങൾക്ക് സപ്പോർട്ട് അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഉദാഹരണ കാരണം പറഞ്ഞുതരാം. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു വണ്ടി അദാനിയുടെ ഒരു ലോഡ് കൊണ്ടുപോയ ഒരു വണ്ടി ഒരു പെണ്ണിന്റെ വണ്ടി സ്കൂട്ടി ഇടിച്ച് പെണ്ണിന്റെ കാല് പോയി. സ്പോട്ടിൽ വണ്ടി വിട്ട്. ഇത് ഞാൻ നിൽക്കുന്ന സമയം നടന്ന സംഭവമാണ്. സ്പോട്ടിൽ തന്നെ ആ വണ്ടിയെ കടത്തി അങ്ങോട്ട് വിട്ടു.
പാർട്ടിക്കാരെല്ലാം ചേർന്നിട്ടേ വണ്ടി അവിടെ കൂടി ഓടണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സമരം വെച്ചിട്ട് 2 ദിവസത്തിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒത്തുതീർപ്പാക്കി അവർ പിന്നെ വണ്ടി ഒരു കളിയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കളി. എല്ലാം അങ്ങനെ അവർ ഒത്തിരി ആ വണ്ടി ഞാൻ സ്പോട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ തന്നെ സാധാരണ വണ്ടി 2 വണ്ടി ഇടിച്ചാൽ ഡാഷിൽ തന്നെ വണ്ടീനെ കൊണ്ടിട്ടു. അവർ ആ വണ്ടീനെ വിട്ടേ ചലിക്കോട് വണ്ടി പോട്ടു. കൊണ്ടുവന്നാലും മീനിന് വില കിട്ടുന്നില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര വീട് പട്ടണി കിടക്കുന്നു അറിയും. ഞങ്ങളോട് ഇത് വാങ്ങിക്കുമ്പോൾ ഇതിനുള്ള ഈ നേരത്തെ കുറച്ച് വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. ഒരു വാഗ്ദാനം തന്നിട്ടില്ല. ഈ സ്ഥലം രൂപതയ്ക്കുള്ളതാണ് എന്ന് രൂപതയെ ഒഴിച്ചു മാറ്റി ഇപ്പം അവരാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇന്ന് പോലും രൂപത പങ്കെടുക്കുന്നില്ല ഇവർ വിളിച്ചിട്ട്. ഇത് എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്? വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുകയും വീട്ടിൽ കിടക്കുന്ന എത്രയോ പാവപ്പെട്ട ജനങ്ങൾ കിടക്കുന്നുണ്ട്, അവർക്ക് ഭവനം വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്താ ഈ സർക്കാർ ചെയ്യാത്ത കാരണം എന്താണ്? ഇപ്പൊ അങ്ങനെ ആളുകൾ കിടപ്പുണ്ടോ അവിടെ? എത്ര കുടുംബം കിടപ്പുണ്ട്? സിമന്റ് പാടം അതെവിടായിട്ടാ? മുതലപ്പുഴയ്ക്ക് പുറത്ത്. ഇവർ പറഞ്ഞ ഒരു വാഗ്ദാനവും ചെയ്തിട്ടില്ല. ഇവിടുന്ന് തീരദേശത്തുള്ള പറ്റിച്ചാണ് ഈ സ്ഥലം എടുത്തത്. പറ്റിച്ചാ എടുത്തത്. അന്ന് ഉമ്മൻചാണ്ടിയും പിന്നെ സുസഭാഗ്യം മെത്രാനും കൂടി ആലോചിച്ച് എന്തെല്ലാം എത്രയോ കൊടുക്കാമെന്ന് പറഞ്ഞ് പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജ് എല്ലാം എവിടെ ഒന്നുമില്ല. അതാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങി. അതുകൊണ്ടാണ്. അപ്പം പിന്നെ നമ്മൾ സമരം നിർത്തിയത് തന്നെ അത് പിണറായിയുടെ രാത്രി കൊണ്ട് ഞങ്ങൾ അടിച്ചൊതുപ്പിച്ചതാ അവന്മാരെ. ഒരു രാത്രി കൊണ്ട് അവന്മാരെ പോലീസിനെ കൊണ്ട് ഞങ്ങൾ അടിച്ച് ഒഴിച്ചു മാറ്റി വിട്ടു. എന്നിട്ട് ഇല്ലാത്ത കള്ളക്കേസെല്ലാം ഞങ്ങളെ പുറത്തങ്ങ് ചാരി. ഇപ്പം പോലീസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? അതോ സർക്കാർ പറയുന്നതേ പോലീസ് കേൾക്കുള്ളൂ, അല്ല ജനങ്ങൾ പറയുന്നത് കേൾക്കില്ല. ഇപ്പൊ ഇരിക്കുന്ന ഭരണാധികാരികൾ പറയുന്നതേ അവർ കേൾക്കുള്ളൂ. ഇപ്പൊ ഈ ഒരു പദ്ധതി വന്നതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞങ്ങൾക്കാർക്കും ജോലിയില്ല. ഞങ്ങളും SSLCയും +2 ഒക്കെ കഴിഞ്ഞവരാ. ഞങ്ങളും ജോലിയില്ലാതെ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഇതിന്ന് ജോലി കിട്ടുമെന്ന് നേരത്തെ വാഗ്ദാനങ്ങൾ ചെയ്തു. ഇപ്പോൾ ഒരു വാഗ്ദാനം ഞങ്ങൾക്ക്. ഇപ്പോൾ ഈ ഹാർബർ പണിതിന് ശേഷം ഇവിടെ ഒത്തിരി പേര് മത്സ്യത്തൊഴിലാളികൾ മരണമടഞ്ഞു എന്ന് പറഞ്ഞു. എങ്ങനെ? മുതലപ്പുഴയിലാണ്. ഇവിടെയും കുറേ പേര് മരിച്ചിട്ടുമുണ്ട്. കാരണം കടലാഞ്ഞടിക്കുമ്പോൾ ഒത്തിരിയും പേർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഒത്തിരിയും ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇത്തരം ഒരു പദ്ധതി വരുന്നതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് നിങ്ങൾക്ക് യാതൊരു നേട്ടവുമില്ല. ഒരു നേട്ടവും നേട്ടമൊന്നും ഞങ്ങളെ പറ്റിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ജോലി തരാം, പകരം വീട് തരാം, നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള എല്ലാം തരാമെന്ന് പറഞ്ഞൊരു പാക്കേജ് നേരത്തെ ഉണ്ടായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കാൻ അത് അങ്ങനെ ഉമ്മൻചാണ്ടിയും സുസഭാഗ്യം മെത്രാനും കൂടി ചേർന്നാണ് ഈ സ്ഥലം ഒന്ന് കൈമാറിയത്. ഇപ്പം അങ്ങനെ തരാത്തത് ഇവരുടെ കോടിക്കണക്കിന് രൂപയുടെ CSR ഫണ്ട് വെച്ച് ഇവിടെ ഒത്തിരി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു പറഞ്ഞു. എന്തെങ്കിലും ഇവിടെ നടന്നു? ഞങ്ങളുടെ അറിവില്ല. ഇപ്പോൾ എനിക്കൊരു 56 വയസ്സായി. എൻ്റെ ഓർമ്മയ്ക്ക് അങ്ങനെ ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് ഒരു പ്രഹസന മാമാങ്കമാണ്. എന്തെങ്കിലും പണി കഴിഞ്ഞോ? എത്ര ശതമാനം പണി കഴിഞ്ഞു? എന്തോ ഇത് കഴിഞ്ഞ അങ്ങേ മാസം ഞങ്ങളെല്ലാവരെയും വിളിപ്പിച്ചു. എല്ലാവരും പള്ളികളിലും വായിച്ചു. ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട്, പലർക്കും പിന്നെ ജോലിക്ക് സാധ്യതയുണ്ടെന്നും പിന്നെ ഇതിൻ്റെ പണി പകുതിയാകാൻ പോകുന്നെന്നും പറഞ്ഞിട്ട് ആ മീറ്റിങ്ങിന് പോയപ്പോൾ കണ്ടത് ഈ പറഞ്ഞ വാക്കുകളൊന്നും അല്ല അവിടെ പറഞ്ഞത്. ഞങ്ങൾ ഈ ഇത്ര പീരീഡ് കഴിഞ്ഞു, അടുത്ത പീരീഡ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്ക് തരുന്ന ജോലിയെക്കുറിച്ചോ ഞങ്ങളുടെ പുനരധിവാസത്തെക്കുറിച്ചോ അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ വെറും ഇവരുടെ ബാക്കി പണം മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു പ്രഹസനം മാത്രമാണ്. ഒരു ഡെമോ കപ്പലാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അതെ, ഇത് അവരുടെ പണം ബാക്കി. ഇപ്പോഴത്തെ ഒരു മത്സ്യത്തൊഴിലാളി പോലും ആ പരിസരത്ത് പോകുന്നില്ലല്ലോ. എല്ലാവരും ഈ വശത്ത് കിടന്നിട്ട് പോകാത്തതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് പറഞ്ഞൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഇത് അടിച്ചൊതുക്കൽ പരിപാടിയാണ്. ഞങ്ങൾ കടലിൽ കിടക്കുമ്പോൾ ഇതേപോലെ 40 വീടുകളാണ് കാണുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കുറേ ചെറിയ കപ്പലാണ്. നമ്മൾ കടലിൽ അവിടെ പണിക്ക് ഉൾക്കടലിൽ പോകുമ്പോൾ ഇത് ഈ കപ്പലെല്ലാം കൊച്ചു കപ്പലാണ്.
അവിടെ കാണുമ്പോൾ ഇവിടെ നിന്ന് തൊട്ട് അത് നീളത്തിലുള്ള കപ്പൽ ഞങ്ങൾ കാണും ഓടി വരുന്നത്. അത് അവിടെ സൈഡ് കിടന്നാണ് കാണുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇതെല്ലാം ചെറുതാണ്. കാണാൻ വേണ്ടി പറഞ്ഞവർക്ക് വലിയ വലിയ സംഭവമാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഈ സാധനം ഇവിടെ വരുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനുള്ള പണി ഞങ്ങൾ തരികയാണ് അവർ. ഞങ്ങൾ പണിയൊന്നും തരാതെയല്ലേ അവരല്ലേ ഇതെല്ലാം വെച്ച് കൊടുക്കുന്നത്. പണി വന്ന് കരപ്പണിക്കാരനാണ് പണി കൊടുക്കും. ഇവിടെ വിഴിഞ്ഞത്തുള്ളവര് മുക്കാൽ പണി ഇല്ല കേട്ടോ. മത്സ്യസമ്പത്തൊക്കെ ഒത്തിരി കുറഞ്ഞു ഭയങ്കര നല്ല കുറവാണ്. കുറഞ്ഞ് നല്ല ബുദ്ധിമുട്ടാണ്. മാറ്റമില്ല. ഞങ്ങൾ മുൻകാലത്തിൽ ഈ കെട്ടൊക്കെ വരുമ്പോ ഈ പ്രദേശം എല്ലാം വേറെ മീനാട്ടാണ് ഒന്ന് കിടക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. കടലിൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇതിൻ്റെ പുറത്തുകൂടെയാണ് അടിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ മീനുകളെല്ലാം ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മരങ്ങളിലാണ് പോയി ഈ പോകുമ്പോൾ ഇതിൽ എല്ലാവരും മീനാട്ടി തന്നെ കിടക്കും. ഈ കെട്ടൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു മീനിൻ്റെ അംശവും ഇവിടെ കാണാനില്ല. അങ്ങനെയാണ് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിതൊരു ഈ പദ്ധതി കൊണ്ട് ഒരു ഗുണമില്ല. ഞങ്ങൾക്കൊരു ഗുണമില്ല. ഞങ്ങളെ വഞ്ചിച്ചാണ് ഇത് ഇവരെടുത്തത്. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര നഷ്ടമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നോ? ഇവിടെ ഒരു കാര്യം ഇവിടെ നടപ്പിലായില്ല. വളച്ച് നടന്ന സമയത്തിന് അഞ്ഞഞ്ചറിനോട് കണ്ട് ചുപ്പിക്കാരന് കൊടുത്തത് 12 ലക്ഷം രൂപ. നിങ്ങൾക്ക് തന്നത് 560 സർക്കാർ തന്നത് കേട്ടോ. കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് 560 തന്നത് സർക്കാർ. ഇവ മാറി വരുന്ന ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് തന്നത് വെള്ളക്കാർമാർ കൊടുത്ത പൈസ ഒന്നും കൊടുത്തില്ല കേട്ടോ. വെള്ളക്കാർമാർ കൊടുത്തതിന് 5 പൈസ കൊടുത്തില്ല. ചാളപ്പേരിൽ പോണില്ലേ അവർക്ക് 4,20,000 രൂപ എത്ര കൊടുത്ത് 300-400 മറ്റേ പണി ചെയ്തിട്ടുണ്ട്. അവർ കൊടുത്തവർക്ക് വേറെ തുച്ഛമായ 10-30 ആളുകൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇതെല്ലാം കാണിക്കുന്നത് അവർ ഞങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയാണ് അവർ കാണിക്കുന്നത്. തന്നെന്ന് പറഞ്ഞിട്ട് തരാതെയാണ് ഇപ്പം തറമട്ടാക്കിയിട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ പ്രതിഷേധം എല്ലാം തീർന്നോ? സമരം എല്ലാം തീർന്നോ? ഞങ്ങൾ നിങ്ങളുടെ നേതൃത്വം തന്നെ വഞ്ചിച്ചോ? അതിനെ അവർ വളക്കുണ്ടാക്കി ഞങ്ങളെല്ലാം പുറന്തല്ലേ അവർ. സമരം ആവശ്യമില്ല. സമരം വരെ അച്ഛന്മാരും പിന്നെ കുറച്ച് മിത്രന്മാരും ചേർന്ന് കക്കൂലി വാച്ച് സമരം അട്ടിമറിച്ചു. ശരിക്കും നിങ്ങളെ വഞ്ചിക്കുമായിരുന്നു ഒരു മാറ്റമില്ല. സർക്കാരും ഈ അച്ഛന്മാരും ചെറുപ്പന്മാരും എല്ലാം ചേർന്നാണ് ഞങ്ങളെ. കപ്പൽ എന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ബന്ധമില്ല. ഞങ്ങൾക്ക് ഉള്ളും കര വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലെ ഞങ്ങളിവിടെ ഉള്ള വള്ളക്കാർക്ക് ഇത്രേ സ്ഥലമേ ഉള്ളൂ. അത് ഇവിടെ നിന്ന് ഒരു 5000 വള്ളം പോലെ ഉണ്ട്. ഈ ഇത്രേ വള്ളങ്ങൾക്ക് ഉള്ളും കര പോകാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ കാറ്റിങ്ങനെ ഇപ്പം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കാറ്റ് കാരണം ആ കല്ലില്ലേ, ആ മൂല കല്ലിൻ്റെ സൈഡ് നമ്മുടെ ഇടത് സൈഡ് ആ കല്ലിൻ്റെ അരുവത്തോടെയാണ് വരേണ്ടത് വരുമ്പോൾ നമുക്ക് ഇത്ര ഈ ഭാഗത്ത് നമുക്ക് കാറ്റിക്കുമ്പോൾ ഉള്ളിൽ കയറാൻ പറ്റില്ല. അതിനെ കയറിയാൽ നമുക്ക് ബുദ്ധിമുട്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ കെട്ടിപ്പം ഇങ്ങനെ നിൽക്കുന്ന പോലെ നിന്നാൽ നമുക്ക് കുഴപ്പമില്ല. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൊത്തം അപകടമാണ്. അത് മുദ്രപ്പൊടിയെ പോലെ സംഭവിക്കും ഇവിടെ. ഇനി നിങ്ങളെ ഇവിടുന്ന് ഓടിക്കുമോ? എന്തോന്നു ഇവിടെ ഇതിപ്പോൾ ഞങ്ങൾ പ്രാദേശിക ഓടിക്കേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നു ഇവർ. എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും സൗകര്യം ഉള്ളൂ. ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഞങ്ങളുടെ യാനങ്ങൾ വെക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് ഇത്രയും സൗകര്യമുള്ളൂ. അതിനുമുമ്പ് അവർ ഈ റോഡ് ഇടുന്നു, ബാക്കിയുള്ള സൗകര്യങ്ങൾ അവരെടുക്കുന്നു. ഞങ്ങൾക്ക് ഇത്ര സ്ഥലങ്ങളേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കിടന്നു ഒരു കുഴപ്പമില്ല. വരാൻ ഇപ്പോൾ എത്ര രീതി കിടന്ന് ഞാൻ വളർത്തുന്ന പോകുന്നത് എല്ലാ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അല്ല ഇവരെ വേറെ കൃത്രിമ ഇത് കൊണ്ടുവരാണെങ്കിൽ മുതല പണി പോലെ ഇവിടെ സംഭവിക്കും. ശരിക്കും ഈ മത്സ്യത്തൊഴിലാളികൾ നിങ്ങളെല്ലാവരും ഇവരെല്ലാം കൂടെ ചേർന്ന് ചതിക്കുമായിരുന്നു. ഉറപ്പായിട്ട് ചതിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞൂടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഹാർബർ വന്നിരുന്ന ഇവിടെയുള്ള പ്രദേശവാസികൾ ജോലി തരും വാഗ്ദാനങ്ങൾ തന്നാണ് ഞങ്ങളെ കബളിപ്പിച്ചത്.
അല്ല ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നേട്ടങ്ങളില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ നേട്ടങ്ങളോ ആനുകൂല്യം ഒന്നും വന്നിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് അവർ പറഞ്ഞ പോലെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേർക്ക് ഈ കരമടിക്കാർക്ക് കൊടുത്ത്, വേറെ ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല ഒന്നും. കരമടിക്കാർക്ക് കട്ടമരക്കാർക്ക് അല്ല വേറെ മത്സ്യസമ്പത്തൊക്കെ ഒത്തിരി മത്സ്യസമ്പത്ത് ഒരുപാട് കാണും. ഈ സമയം ഇങ്ങനെയല്ല മത്സ്യം പറഞ്ഞത്, ഒരുപാട് പേര് നേരത്തെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. നാളെ നടക്കുന്ന വെറും പ്രകസനമാണ് ഒരു കൊച്ചു ആഡംബരം കാണിക്കരുത്. അതായത് അവരെ ഭരണം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്, അവർ LDFന്റെ ഭരണം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ അവരിറങ്ങുന്നതിന് മുമ്പേ അവരെ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് ഒരു പ്രകടനമാണ്. ഇതിപ്പോ എന്റെ 100% അവർക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ 40% ആയപ്പോഴേ ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. ഈ 60% കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പണിക്ക് പോകാൻ പറ്റത്തില്ല. എത്ര വർഷമായി ഇത് പൂർത്തിയാവാതെ? നമ്മൾ ആലോചിക്കണ്ടേ, നമുക്കറിയാമല്ലോ. ഇതിപ്പോ 7 വർഷമായി ഈ ഹാർബർ ഇപ്പൊ ഇവിടെ പണി തുടങ്ങി 7 വർഷമായി. ഈ 7 വർഷം കൊണ്ട് ഇതുകൊണ്ടുള്ള നേട്ടം അദാനിക്കാണോ ഈ നാട്ടുകാർക്കാണോ സർക്കാരിനാണോ? സർക്കാരിനും അദാനിക്കുമുണ്ട്. ഇതിന്റെ നേട്ടം സർക്കാർക്ക്. സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാർ ഗവൺമെന്റ് അധികാരികൾക്കും ഇവിടെ ഭരിക്കുന്ന ആൾക്കാർക്കാണ് ഇതിന്റെ അധികാരം. അവിടെ ഇവിടെ പ്രാദേശികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിത നിലവാരം വീഴുന്നുണ്ടോ? ഒന്നും ഞങ്ങൾക്ക് ദോഷമില്ല. ഞങ്ങൾക്ക് രാത്രി എല്ലാം കൂടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ വലകളൊക്കെ മുറിക്കും എല്ലാ പണിയും ഇല്ല ഇതാവും. പിന്നെ അടുത്തൊരു നിയമം കൊണ്ടുവരാൻ പോകണം. ഇവിടെ നിന്ന് ഒരു കെട്ട് അങ്ങോട്ട് പോകണം. ഇവിടെ ഈ വലത് സൈഡിൽ 180 കിലോമീറ്റർ ചോദിച്ചാൽ ഈ കാര്യങ്ങളെ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയാം ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം. ആൾക്കാർ അറിയില്ല. എല്ലാം ഈ ഇടവല്ല കമ്പനിക്കാരാണ് വെളിവിടുന്നില്ല. കഴിഞ്ഞ 2 ദിവസം നമ്മുടെ ഇടവകയുമായിട്ട് ചെറിയ പ്രശ്നമായി നടന്നു. ഇടവക കൗൺസിലങ്ങൾ ഇതിന്റെ ഇവരെ കൂടുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചപ്പോൾ നമുക്ക് ബാധം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തടഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ 2 ദിവസം കൊണ്ട് അവിടെ ചെറിയൊരു വാക്ക് തർക്കത്തിൽ അവസാനിച്ചാണ് നമ്മൾ ആ യോഗം പിരിച്ചുവിട്ടത്. സഭാ നേതാക്കന്മാരുടെ സഭ നേതാക്കന്മാരാണ് ഇത് മെയിനായിട്ട് കാണിച്ചത്. സഭാ നേതാക്കന്മാരാണ് അവരെ നേട്ടങ്ങൾക്ക് വേണ്ടി വിജയ സ്വദേശികളെ പലപ്പോഴും കരുവാക്കിയതാണ്. അത് ഈ സഭാ നേതാക്കളും അധികാരികളും ചേർന്ന് ഈ പ്രദേശവാസികളെ മൊത്തം അവർ അപകടത്തിലും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നഷ്ടമുള്ള വിജയത്തിൽക്കാണ്. അവരാണ് ഈ സമരം ഉണ്ടാക്കിയത്. എല്ലാ സഭാ നിയമങ്ങളും ഞങ്ങളെ പോലുള്ളവർക്ക് കിട്ടിയത് വിളിച്ചവർക്ക് കിട്ടി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.